ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചപ്പാത്തി വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് റോള്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടനോടൊന്ന് എനേബിൾ ചെയ്തേക്കുക. എഗ്ഗ് റോളിനായിട്ട് ആദ്യം വേണ്ടത് ചപ്പാത്തിയാണ്. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി മാവിനെ ചെറിയ ഉരുളകളാക്കുക. 4 ചപ്പാത്തിക്കുള്ള മാവുണ്ട്. ഇനി അതൊന്ന് പരത്തിയെടുക്കാം. പരത്തി വെച്ച ചപ്പാത്തി ഒരു പാനിലേക്കിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് ഒന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുത്ത ചപ്പാത്തി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായ വെജിറ്റബിൾസ് ആണ്. ചെറിയ കഷ്ണം കുക്കുംബർ, അരമുറി ക്യാപ്സിക്കം, ക്യാരറ്റ്, പച്ചമുളക്, വലിയൊരു സവാള. ഇനി ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഇടുക. കുക്കുംബർ, ക്യാരറ്റ്, ക്യാപ്സിക്കം, വലിയൊരു സവാള, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു മുറി നാരങ്ങ നീര്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. പച്ചക്കറികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഫില്ലിങ് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയിൽ പകുതി ഒഴിച്ചു കൊടുക്കുക. മുട്ട പകുതി വെന്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇനി 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ബാക്കിയുള്ള മുട്ടയും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. മുട്ട റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് 1 സ്പൂൺ മയോണൈസ് പുരട്ടുക. അതിനുശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് കുറേശ്ശെ ഇതുപോലെ വെച്ച് കൊടുക്കുക.
ഇനി കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ റോൾ ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ റോൾ ചെയ്ത് ഒരു ബട്ടർ പേപ്പറിൽ ഫോൾഡ് ചെയ്ത് ബേക്കറികളിലൊക്കെ കിട്ടുന്നത് പോലെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.